ഇപ്പോഴുള്ള അമെൻമെന്റ് ബില്ലിന്റെ ഒരു രസകരമായ സംഗതി എന്ന് വെച്ചാൽ ഇത് നമ്മൾ പറഞ്ഞല്ലോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇത് കമ്മ്യൂണിറ്റികൾക്ക് കൊടുത്തു, അവരവർ നോക്കട്ടെ എന്നുള്ളതാണ് എന്ത് ഒരു സ്റ്റേറ്റിന്റെ പോളിസി. നോൺ ഇന്റർവെൻഷൻ, അതായത് കമ്മ്യൂണിറ്റി, ആ സമൂഹങ്ങൾ എന്താണ് അവരൊരു സൂപ്പർവിഷൻ സ്ട്രക്ചർ കണ്ടെത്തട്ടെ, അല്ലെങ്കിൽ ഒരു മേൽനോട്ട സംവിധാനം അവരുടേതായിട്ട് ഉണ്ടാക്കി വരട്ടെ. അപ്പോൾ ഇവരുടെ ഡിമാൻഡ് അനുസരിച്ചാണ് എന്താക്കുന്നത് ഹിന്ദുക്കളാണ് ആദ്യത്തിൽ തമിഴ്നാട്ടില് മദ്രാസിലാണ് എന്താക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ബോർഡ് സംവിധാനം, അതായത് ഈ ഹിന്ദു റിലീജിയസ് എൻഡോവ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട് 1930 ഉണ്ടായി വരുന്നത്. അവരാണ് ബോർഡ് സംവിധാനം എന്ന് പറഞ്ഞിട്ടുള്ളത് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. അത് അവരുടെ കാരണം തമിഴ്നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ കാണാം. അതും പഴയ ക്ഷേത്രങ്ങളും അതുപോലെ ഒരുപാട് സമ്പത്തുള്ള ക്ഷേത്രങ്ങളുമാണ്. അതിനാൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ എന്തായിരുന്നു സംരക്ഷിക്കുക, സൂപ്പർവിഷൻ ചെയ്യുക എന്നുള്ളത് എന്താണ് പ്രത്യേകമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിരുന്നു. അതിനാൽ തന്നെ അവരാണ് ആദ്യമായിട്ട് എന്താക്കുന്നത് ബോർഡ് സംവിധാനം കണ്ടെത്തുന്നത്. അപ്പോൾ മുസ്ലിം സമൂഹം ഇതുപോലെ വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സമ്പ്രദായം എന്താകുമായിരുന്നു കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെ അവരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എന്താകുന്നത് ബോർഡ് സംവിധാനം എന്നുള്ളത് എന്താകുന്നത് മുസ്ലിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് എന്താകുന്നത് മുസ്ലിങ്ങളിൽ ബോർഡ് സംവിധാനം വന്നു ചേരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും തെറ്റ് എന്ന് വെച്ചാൽ പോലെ പറയുന്ന ന്യായീകരണം, പുതിയ ബില്ലില് ന്യായീകരണമായിട്ട് പറയുന്നത് സ്ത്രീകൾക്ക് അവകാശം കൊടുക്കുക, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുക എന്നാണ്. അപ്പോൾ ഇത് വഖഫ് ബോർഡിൽ സ്ത്രീകൾക്ക് എന്താ അംഗമാകാൻ പറ്റൂല, അല്ലെങ്കിൽ മുത്തവല്ലി അങ്ങനത്തെ ഇതൊക്കെ ആകാൻ പറ്റും. അതിന്റെ ഞാൻ ഇത് പിന്നെ ഈ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് പറയാണ്. അതായത് ഈ സൂപ്പർവിഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ വഖഫ് ആക്ടുകളൊക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മറ്റ് റിലീജിയസ് ആക്ടുകൾ, അല്ലെങ്കിൽ ഗുരുദ്വാര ആക്ടുകൾ, അല്ലെങ്കിൽ ചർച്ച് സംവിധാനം, ഇതിന്റെ ഒരു മാനേജ്മെന്റ് സംവിധാനമൊക്കെ അല്ലെങ്കിൽ സൂപ്പർവിഷൻ സ്ട്രക്ചർ ഒക്കെ ഉണ്ടായിരുന്നത് അതത് കമ്മ്യൂണിറ്റികൾ പറയുകയും അവരുടെ കൺസെൻസോട് കൂടിയാണ്. എന്നാൽ ഇപ്പൊ സംഭവിക്കുന്ന ഒരു അമെൻമെന്റ് ആക്ടിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതാരാണ് ഇതിന്റെ ആവശ്യക്കാർ, ആരാണ് ഇത് പറഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം. കാരണം എല്ലാ സമൂഹത്തിനും ഇന്ത്യയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ 26 അനുസരിച്ച് എന്തുണ്ട്, എല്ലാ സമൂഹത്തിനും അവരുടേതായിട്ടുള്ള പ്രോപ്പർട്ടി മാനേജ് ചെയ്യാനും അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള മൗലിക അവകാശമുണ്ട്. ഇത് എല്ലാ മതസമൂഹങ്ങൾക്കും ഉള്ളതാണ്. അപ്പോൾ ആ സമൂഹങ്ങൾക്ക് എന്തുണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളും കണ്ടെത്തുക എന്ന് പറയുന്നത് എന്താണ് അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യമാണ്. അതിനനുസരിച്ചാണ് എന്താക്കുക സർക്കാർ ഒരു അമെൻമെന്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ മാറ്റം വരുത്തുക. പക്ഷേ ഇപ്പോഴുള്ള ഒരു അമെൻമെന്റ് ആക്ടിന് മുസ്ലിങ്ങളെ എവിടുന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല ഇതുവരെ. അപ്പോൾ ആരാണ് ഇത് ആവശ്യപ്പെടുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് അറിയോ വിഷ്ണു ശങ്കർ ജെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സമ്പലിലുള്ള വലിയ വിവാദങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വിഷ്ണു ശങ്കർ ജെയിനിന്റെ യൂട്യൂബിലുള്ള വീഡിയോ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മില്യൺ കണക്കിനായിട്ടുള്ള വ്യൂവേഴ്സ് കിട്ടിയിട്ടുള്ളതൊക്കെ അയാളാണ് ഇവിടുത്തെ വഖഫ് അമെൻമെന്റിനും ആക്ടിനും വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വളരെ ഒരു 10 മുമ്പേ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രമുഖനായിട്ടുള്ള ആൾ എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇവരുടെ താല്പര്യം എന്തായിരിക്കും? വിഷ്ണു ശങ്കർ ജെയിനിന്റെ വഖഫ് അമെൻമെന്റ് ആക്ട് എങ്ങനെയായിരിക്കും, അയാൾ വിഭാവന ചെയ്യുന്ന വഖഫ് മാനേജ്മെന്റ് എങ്ങനെയായിരിക്കും? അയാളെ സംബന്ധിച്ചിടത്തോളം സമ്പൽ പള്ളി എന്താക്കണം, അയാൾക്ക് അമ്പലമാക്കണം. അയാൾക്ക് ഗ്യാൻവാപ്പി എന്താക്കണം, ഗ്യാൻവാപ്പി കേസിലും വക്കീൽ വിഷ്ണു ശങ്കർ ജെയിൻ തന്നെയാണ്. അതെന്താക്കണം, അതും അമ്പലമാണെന്നുള്ളത്. അതുമാത്രമല്ല ഒരുപാട് പള്ളികൾ എന്താണ് ഇതൊക്കെ അമ്പലങ്ങളാണ് എന്നുള്ളതാണ് വിഷ്ണു ശങ്കർ ജെയിൻ വാദിക്കുന്നത്. അപ്പോൾ ഇത് അയാൾക്ക് എന്താക്കണം ലീഗലി അത് എളുപ്പമാക്കുന്ന തരത്തിലുള്ള എന്താണ് ഒരു അമെൻമെന്റിലെ അയാൾ സ്വാഭാവികമായിട്ട് പറയുക. കാരണം അയാളുടെ ഒരു സംഘപരിവാർ ആശയവും അതുപോലെ തന്നെ അയാൾ കൊണ്ടുവരുന്ന പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് എന്തല്ല ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതോ അല്ലെങ്കിൽ ഇതിനെ നിലനിർത്തുക എന്ന് പറയുന്നതല്ല. ഒരു പോസിറ്റീവ് പറയുന്നുണ്ടോ അതിൽ? അതായത് ഈ അമെൻമെന്റിലൂടെ ഇന്ന പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ടോ അതിൽ? വഖഫിലെ അമെൻമെന്റ് വേണ്ടാന്നുള്ള ഒരു അഭിപ്രായക്കാരനല്ല ഞാൻ. അത് എങ്ങനെ ആരാണ് അത് അമെൻമെന്റ്? കാരണം ഈ ഒരു പ്രോപ്പർട്ടി സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു കമ്മ്യൂണിറ്റിയുടെ, കാരണം നമ്മളുടെ ഇപ്പോൾ റിലീജിയസ് പ്രോപ്പർട്ടി എന്നുള്ള നിലക്കാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. അതായത് കമ്മ്യൂണിറ്റിക്ക് മൊത്തം ഉപകാരപ്പെടുന്ന പള്ളികൾ, മദ്രസകൾ, ദർഗകൾ, മക്ബറുകൾ. അപ്പോൾ ആ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് എഫക്റ്റീവായിട്ടുള്ള പിന്നെ മാനേജ്മെന്റ് സാധ്യമാകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മാറ്റത്തിരുത്തുകൾ നിയമത്തിൽ വേണമെങ്കിൽ അവർ സർക്കാരിനെ സമീപിച്ചുകൊണ്ട് മാറ്റം വരുത്തുക എന്നുള്ളതാണ് എല്ലാ സമൂഹങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നിയമം അനുസരിച്ചാണ് എന്താക്കേണ്ടത് അതിൻ്റെ മാനേജ്മെന്റ് ഉറപ്പാക്കേണ്ടത്. അതിനാൽ തന്നെ അമെൻമെന്റുകൾ എന്താണ് അങ്ങനെ കമ്മ്യൂണിറ്റിയെ കൺസെൻസിൽ എടുത്തുകൊണ്ടുള്ള അമെൻമെന്റുകൾ എന്താണ് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെങ്കിൽ ഇത് കൺസെൻസ് ഉണ്ടോ, അവരുമായിട്ട് പൂർണ്ണ സമ്മതത്തിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്. ഇതിൽ ചില വകുപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ നീ നേരത്തെ പറഞ്ഞല്ലോ, സഫം പറഞ്ഞല്ലോ, പിന്നെ ഈ സ്ത്രീകളെ ഉൾപ്പെടുത്തുക. യഥാർത്ഥ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നതിൽ ഇപ്പോഴുള്ള 95 ആക്ടിൽ തന്നെ എന്തില്ല, യാതൊരു പ്രതിബന്ധതകളും ഇല്ല.
അവർ ഉൾപ്പെടുന്നതിൽ എന്തില്ല അത് അങ്ങനെ സ്ത്രീകൾ ഉൾപ്പെടുത്താം. ഉൾപ്പെടുത്താം. ശരിയ പ്രകാരവും മുത്തവല്ലി ആകുന്നതിൽ സ്ത്രീകൾക്ക് ഒരു വിലക്കുമില്ല. അപ്പോൾ അവരിന്റെ സൂപ്പർവിഷൻ സ്ട്രക്ചറിലേക്കൊന്നും സ്ത്രീകൾ ഉൾപ്പെടുന്നതിൽ ഇസ്ലാമികപരമായിട്ടും നിയമപരമായിട്ടും ഇപ്പം നിലനിൽക്കുന്ന 95 ആക്ട് പ്രകാരവും എന്തില്ല യാതൊരു തടസ്സമില്ല. പിന്നെ അത് വീണ്ടും എന്താകാണ് എക്സ്പ്ലിസിറ്റ് ആയിട്ടൊന്നും കൂടി പറയാണ്. അത് സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ അതിനെ എതിർക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു എതിർക്കുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇൻക്ലൂഷൻ ഓഫ് നോൺ മുസ്ലിംസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗമാണല്ലോ. അതായത് രണ്ടാളുകൾ ഈ ഒരു ബോർഡിൽ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ രണ്ടും നോൺ മുസ്ലിം വരിക, പ്രാതിനിധ്യം ഉണ്ടാവുക എന്നുള്ളത്. ഈ വഖഫ് ബോർഡിലല്ലേ? അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സമൂഹങ്ങൾക്കും ഞാൻ പറഞ്ഞല്ലോ ബ്രിട്ടീഷ് കാലം മുതൽ ഉണ്ടായിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ അതത് സമൂഹങ്ങൾ പരിപാലിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹിന്ദു റിലീജിയസ് എൻഡോമെന്റ് ബോർഡുകളിലൊക്കെ ഹിന്ദു മാത്രമാവണം എന്നുള്ളത് പല ഇതിലും എഴുതി വെച്ചിട്ടുണ്ട്, അവർ ഹിന്ദു ആവണം എന്നുള്ളത്. പക്ഷെ വഖഫ് ആക്ടുകളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും കാരണം അവരാണ്, ആ കമ്മ്യൂണിറ്റിയാണ് എന്താക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 1653 അല്ല 863 ബ്രിട്ടീഷുകാരുടെ ഒരു വിഭാവന തന്നെ എന്താണ് അതത് സമൂഹങ്ങൾ പരിപാലിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, എല്ലാ പ്രോപ്പർട്ടീസിനും എല്ലാ കമ്മ്യൂണിറ്റീസിൻ്റെ പ്രോപ്പർട്ടീസിനും എന്താണ് ബാധകമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അവരാണല്ലോ ഈ പ്രോപ്പർട്ടിയെ എന്താക്കുന്നത് അനുഭവിക്കുന്ന കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക് അവർ സംരക്ഷിക്കട്ടെ എന്നുള്ള ഒരു സംവിധാനമാണുള്ളത്. അപ്പോൾ ഇത് തിരിച്ചാലോചിച്ച് നോക്കിയാൽ ദേവസ്വം ബോർഡിൽ നോൺ മുസ്ലിംസിന് അതായത് നോൺ ഹിന്ദുസിനെ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ സഭകളാണല്ലോ അവരുടെ ക്രിസ്ത്യാനികളുടെ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഒരു സഭയിൽ ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവോ കരിച്ചില്ലോ എന്ന് പറയുന്നത്, അപ്പോൾ അത് യഥാർത്ഥത്തിൽ ആ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ഒരു സംഗതിയാണ്.